എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 12 ആണിന്ന്. അപ്പം ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ഡേയ്സിലായിട്ട്, ഈ ഒരു വീക്കിൽ 2 ഡേയ്സിലായിട്ട് നമ്മൾ ഉലുവയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ ഡേ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്, അതുപോലെ തന്നെ വിയർപ്പും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സ്കാൽപ്പ് പെട്ടെന്ന് ആണെങ്കിൽ ആ ഒരു അഴുക്കൊക്കെ വന്നിട്ട് അടിഞ്ഞു കൂടിയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേയിൽ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഷാമ്പൂ വാഷാണ്. അപ്പോൾ ഇന്ന് ഷാമ്പൂ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നത്, ആദ്യത്തെ ഡേയിൽ ഞാനൊരു ഫസ്റ്റ് ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, സോപ്പ് നട്ട്സിൻ്റെയും ഷിക്കാക്കായുടെയൊക്കെ അമ്ലാൻ പൊടി, ആ ഒരു നെല്ലിക്കാപ്പൊടി ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഡേയിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഏതാണ് ആ ഒരു ഷാമ്പു യൂസ് ചെയ്യാം. മാക്സിമം മൈൽഡായിട്ടുള്ള ഷാമ്പു കാര്യങ്ങൾ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നാച്ചുറൽ പൗഡേഴ്സ്, അതായത് താളിപ്പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ ഇട്ടിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള കൂട്ടത്തിൽ എന്തായാലും ഷിക്കാക്കായ പൗഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സോപ്പ് നട്ടിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ ഇവ രണ്ടും കൂടിയിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ആ ഒരു ഹെയർ പാക്കിൻ്റെ ആ ഒരു തിക്നെസ്സിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു 2 പൗഡേഴ്സും ഓരോ സ്പൂൺ വീതം അല്ലെങ്കിൽ 2 സ്പൂൺ വീതം ഈക്വലായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട് കൊടുത്ത പോലെ തന്നെ ആ ഒരു ഹെയർ പാക്കിൻ്റെ രീതിയിൽ ഫുള്ള് സ്കാൽപ്പ് കവറാവുന്ന രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന നേരത്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഷാമ്പൂവിൻ്റെ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ കിട്ടുക. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്നായിട്ട് മാത്രമായിട്ട് എടുക്കാം. അതായത് നമുക്ക് ഷിക്കാക്കായ മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അത് കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് ഇതുപോലെ തന്നെ ഹെയർ പാക്കായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് നെറ്റാണ് എടുക്കണമെങ്കിൽ സോപ്പ് നെറ്റായിട്ട് അതായിട്ട് മാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അതുപോലെ തന്നെ കലക്കിയിട്ട് സ്കാൽപ്പ് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഇതിൽ ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി നിങ്ങളുടെ അല്ലാതെ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഷാമ്പൂസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും മാക്സിമം മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഡേയിൽ വേറെ കാര്യങ്ങളോ ഹെയർ പാക്കോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഇന്നത്തെ ഡേയിൽ നമ്മൾ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ സ്കാൽപ്പിൽ എന്തോരം അഴുക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കൊടുത്തതിന് എന്തെങ്കിലുമൊക്കെ പൊടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മുടി ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഡേ ചെയ്ത് കൊടുക്കുന്നത് ഷാമ്പൂ വാഷാണ്. അപ്പോൾ നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എന്താ പറയുക, മുടിയും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് ബാക്ക് കൊണ്ടിട്ട്, അതായത് നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നാളത്തെ ഡേയിലില്ല, അതിൻ്റെ അടുത്ത ദിവസമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഷാമ്പു ഇടുന്നു. അപ്പോൾ ഷാമ്പു ചെയ്തതിന് ശേഷം നൈറ്റിൽ ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ നൈറ്റിൽ നമുക്ക് സ്കാൽപ്പിൽ മാത്രം വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ആ ഒരു ലെങ്തിലേക്കും കൂടി ഓയിൽ ഇട്ട് കൊടുത്തിട്ട് മുടിയുടെ ലെങ്കിലേക്കും കൂടി ഓയിൽ ഇട്ട് കൊടുത്തിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇനി നിങ്ങൾ നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പും അതുപോലെ തന്നെ മുടിയുടെ ലെങ്കിലേക്ക് ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഡേയിലും നാളത്തെ ഡേയിലും ചെയ്യേണ്ടത് കേട്ടോ. ഇതിനോടൊപ്പം ഇതിനോടൊപ്പം ചെയ്യേണ്ട കാര്യമാണ് ഇൻവേർഷൻ മെത്തേഡ്. അത് എന്തായാലും മറന്നു പോകില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ആണെങ്കിലും നാളത്തെ ഡേ ആണെങ്കിലും അത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ ഒരു 30 ഡേയ്സ് അവസാനിക്കുന്ന വരെ എന്തായാലും നിങ്ങൾ മറക്കാണ്ട് ആ ഒരു കാര്യം കൂടി ഫോളോ ചെയ്യണം കേട്ടോ. നല്ല കെമിക്കൽ ഷാമ്പൂസും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വളരെ കുറച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് കഴുകി കളയാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഡേയിൽ പറയാനുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലാണ് എനിക്കത് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഹോസ്റ്റലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങളോ എങ്ങനെയായിരിക്കും സാഹചര്യങ്ങളോ കാര്യങ്ങളൊക്കെ എനിക്കതിനെക്കുറിച്ച് വലിയൊരു ധാരണയും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു രീതിക്കാണ് ഈ ഒരു ചലഞ്ചിൽ ഓരോ കാര്യങ്ങളും
സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ, പിന്നെ അവിടുത്തെ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡെയിലി നിങ്ങൾ കുളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മുടി നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അതിനെപ്പറ്റി എനിക്ക് വലിയൊരു ഐഡിയ കാര്യങ്ങളില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ഈ ഒരു ചലഞ്ചിൽ കുറച്ചധികം മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.